കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ ശ്രീ അനിൽ അക്കരെ, കോടതിയിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു നിരീക്ഷണങ്ങൾ, ഗുരുതരമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. SITക്ക് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. ഈ ഡിസംബർ 5-ന് ശേഷം അന്വേഷണത്തിൽ വലിയ ഒരു അലംഭാവം അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആലസ്യത്തിലാണ് SIT ഉള്ളതെന്ന് ഹൈക്കോടതിയിൽ നിന്ന് അടക്കം വിമർശനം ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? ഈ ഹൈക്കോടതിയുടെ SIT അന്വേഷണം അടക്കം അട്ടിമറിച്ചു എന്നതിന്റെ ഒരു സൂചന കൂടിയാണോ അത്? നമ്മൾ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും വളരെ കൃത്യമായി പറഞ്ഞ ഹൈക്കോടതിയുടെ അന്വേഷണത്തിലാണ് ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് SITയുടെ അന്വേഷണം പോകുന്നതെങ്കിലും കഴിഞ്ഞ ഈ ഡിസംബർ ആദ്യവാരം മുതൽ ഇതിന്റെ അന്വേഷണം ഇഴഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ അടുത്തിൽ മറ്റ് ചില വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് സർക്കാർ ഇതിനെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് മാറ്റാനുള്ള വലിയ ശ്രമമൊക്കെ നടത്തി. പക്ഷെ എങ്കിലും ഇന്നത്തെ ഹൈക്കോടതി നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. സംരക്ഷകർ തന്നെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അന്വേഷണം പോകാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇഴഞ്ഞു നീങ്ങുന്നത്? അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയമായ സ്വാധീനം മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിലും സ്വാധീനമുള്ള ബോർഡ് അംഗമാണ്. അദ്ദേഹത്തിന്റെ മകൻ വളരെ ഉത്തരവാദിത്തപ്പെട്ടമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില സമ്മർദ്ദങ്ങൾക്ക് SIT വഴങ്ങുകയാണ്. കാരണം ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തേക്കും വാസവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തേക്കും ഈ അന്വേഷണം നീളേണ്ടതാണ്. ഇപ്പൊ രാഷ്ട്രീയമായ പ്രഷർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, തങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുള്ള പ്രഷർ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ അടിമുടി അന്വേഷണ സംഘം പ്രഷറിലാണ്. രാഷ്ട്രീയമായും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വലിയ സ്വാധീനം ഇവരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രകടമായ നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയത്. നീങ്ങാതെ പത്മകുമാറിലും വാസുവിലും അന്വേഷണം ഒതുക്കി നിൽക്കാനുള്ള അല്ലെങ്കിൽ ഒതുക്കി തീർക്കാനുള്ള ഒരു നിർദ്ദേശം, ശ്രമം അതൊക്കെയാണോ CPMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവുക? അങ്ങനെയാണോ നിങ്ങൾ കാണുന്നതെന്ന്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. CPMന്റെ ഭാഗത്ത് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില സമ്മർദ്ദങ്ങളുണ്ട്. ശങ്കർദാസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛൻ കൂടിയാണ്. അപ്പൊ അത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ഈ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് രണ്ട് ദേവസ്വം മന്ത്രിമാരിലേക്ക് കൂടി കടക്കും. അത് തടയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ അത് മാറ്റിവെക്കാൻ വേണ്ടിയാണ് ചില പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത ചില വിഷയങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ രീതിയിൽ അതൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് തിരിച്ചടി നേരിട്ടുവെന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ഇനി വരാനിരിക്കുന്ന നാളുകൾ വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിലേക്ക്, മന്ത്രിമാരിലേക്കൊക്കെ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തടയിടാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നേരത്തെ ആരോപണം. അത് ഹൈക്കോടതി പറഞ്ഞുകൂടി ഞങ്ങളുടെ ആരോപണം ശരിവച്ചിരിക്കുകയാണ്. അല്ല, ഇതിൽ നോക്കൂ, ചെന്നിത്തലയുടെ മൊഴിയെടുത്തു SIT, അതിൽ തന്നെ വ്യവസായിയുടെ മൊഴിയെടുത്തു. ഇതിപ്പോൾ ഈ പാളികളൊക്കെ രാജ്യാന്തര വിപണിയിൽ കോടികൾക്ക് വിറ്റു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ. അപ്പോൾ അത്തരത്തിൽ അതിന്റെ പങ്ക് ആരൊക്കെ നേടി, ആ പണം ആരൊക്കെ കൈപ്പറ്റി എന്നതിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ ഈ സത്യമൊക്കെ പുറത്തുവരുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുമുള്ള ഒരു അന്വേഷണങ്ങൾ ഒരു ഘട്ടത്തിലും അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ലൈഫ് മിഷൻ കേസാണെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണെങ്കിലും ശബരിമല വിഷയമാണെങ്കിലും ഒക്കെ അവസാനം ഇത് ഉന്നതത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകും. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, സുപ്രീം കോടതിയിൽ രണ്ട് BC-മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടന്നത്, SFI ഏത് തരത്തിലൊക്കെയാണ് പ്രതികരിച്ചത്, അതൊക്കെ അവസാന സമയത്തൊരു സെറ്റിൽമെന്റിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോയത് കണ്ടതല്ലേ? സുപ്രീം കോടതി കേസെടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം രാത്രി മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തിയ കൂടിക്കാറ്റുകൾ നമ്മൾ കണ്ടതല്ലേ? അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ എന്ത് നാറിയ പണിയും ചെയ്യും എന്ന രീതിയുടെ BC-മാരുടെ നിയമം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് അതിനേക്കാൾ ക്രൂഷ്യലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിനെ പോലും ഈ ഗവൺമെന്റ് ഭയക്കുകയാണ്. അപ്പോ അന്വേഷണം ശങ്കർദാസിലേക്കും കടകംപള്ളി സുരേന്ദ്രനിലേക്കും വാസവനിലേക്കും പ്രശാന്തിലേക്കും ഒക്കെ പോകുമ്പോ ഈ ഗവൺമെന്റ് ഉണ്ടാകുന്ന CPM ഉണ്ടാകുന്ന തിരിച്ചടി നിസ്സാരമല്ല. അപ്പൊ അത് തടയാൻ വേണ്ടി ഏതറ്റം വരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകും. അപ്പൊ അതിനെതിരായി ഗവൺമെന്റിനെതിരായും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരായും ഹൈക്കോടതി എടുത്ത നിലപാട് അത് കേരള പൊതുസമൂഹത്തിന്റെ മനസാക്ഷിക്ക് വേണ്ടിയെടുത്ത നിലപാടായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ശ്രീ അനിൽ അക്കരെ, എന്തായാലും ED കൂടി ശബരിമലയിലേക്ക് വരികയാണ്. റിപ്പോർട്ടുകളെല്ലാം EDക്ക് കൂടി കൈമാറണമെന്ന നിർദ്ദേശം SITക്ക് ലഭിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ED വരുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? ED അന്വേഷണത്തിൽ ഒരു സത്യം അന്വേഷണത്തെ ഇനി നമുക്ക് അതിനകത്തൊരു സീരിയസ് ആയി കാണാൻ കഴിയില്ല. ഒരു ബോബനും മോളിയും കളി എന്ന രീതിയിൽ ഒരു സെറ്റിൽമെന്റ് ഘട്ടത്തിലേക്ക് ഇതിനെയും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ടൂളായി മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ കരുവന്നൂർ വിഷയം നമ്മൾ കണ്ടതാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കണ്ടതാണ്, ലൈഫ് മിഷൻ കേസ് കണ്ടതാണ്. ലൈഫ് മിഷൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കേരളത്തിലെ കീഴ്ക്കോടതിയിൽ വിചാരണ നടത്തരുത്,
അത് ബാംഗ്ലൂരിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത ED സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസിന് ഹാജരാകുന്നില്ല. അതുപോലെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഏത് തരത്തിലാണ് വാദിച്ചത് എന്ന് എനിക്ക് കൃത്യമായി അറിയുന്നതാണ്. അപ്പൊ EDയുടെ അന്വേഷണം ഇത് യഥാർത്ഥത്തിലേക്ക് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോകുമ്പോൾ ഒരു പക്ഷേ അതിനെ തടയിടാൻ വേണ്ടിയാണോ ED വരുന്നതെന്ന സംശയം എനിക്കുണ്ട്.